നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ധർമ്മ സുകന്യോട് പറഞ്ഞു, സുകന്യെ നീ ഇങ്ങനെ എടുത്തു ചാടി പുറപ്പെടാൻ നിൽക്കരുത്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് സുകന്യെ പിടിച്ചു നിർത്തുവാണ്. സുകന്യ പറഞ്ഞു, ധർമ്മേണ്ണ എന്താ പറയാനുള്ളത്? ധർമ്മം പറഞ്ഞു, സുകന്യെ നിനക്കറിയാലോ, നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കുന്നുള്ളേ. അത് കേട്ടപ്പോ സുകന്യ പറഞ്ഞു, അതെ, എനിക്ക് എന്റേതായ രീതിയുണ്ട്, ധർമ്മേണ്ണ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അല്ല, അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ദേ, ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ ഒരു AC പിടിപ്പിക്കണം, AC വേണം. അത് മാത്രമല്ല, ഇവിടുത്തെ ചൂട് കൂടുതലായതുകൊണ്ടാന്ന് തോന്നേ ബാലേണ്ട സംസാരത്തിലും ഇത്ര ചൂട്. ഒരു AC പിടിപ്പിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് കേട്ടപ്പോ ധർമ്മൻ സുകന്യെ നോക്കി. പിന്നീട് സുകന്യ പറഞ്ഞു, ഇനി ധർമ്മേണ്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ പറ. അതെ, AC കാര്യം അതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് പറയാനുള്ള അതൊന്നുമല്ല. നീയേ ഇവിടെ ആരോട് ദേഷ്യപ്പെട്ടാലും ബാലേട്ടനോട് മാത്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്, തറുതല പറയല്ലെന്ന് പറയാണ്. സുകന്യ ചോദിച്ചു, ഞാനെന്ത് തറുതല പറഞ്ഞെന്നാ? അല്ല, നീ പറഞ്ഞില്ലേ കൃഷ്ണമംഗലംകാരും ദേവമംഗലംകാരും തമ്മിലുള്ള വഴക്കിനിടയിൽ എന്നെ പിടിച്ചിടലെന്നൊക്കെ. ഓ, അതാണോ കാര്യം? ഞാൻ പറഞ്ഞാല് എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് ധർമ്മേട്ടൻ തോന്നിയോ? ശരിക്കും പറഞ്ഞാല് ധർമ്മേട്ടൻ എവിടത്തെയാ? കൃഷ്ണമംഗലത്തെയാണോ ദേവമംഗലത്തെയാണോ? ഞാൻ ദേവമംഗലത്തല്ലേ നിൽക്കുന്നേ. അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുമോ ധർമ്മേട്ട? ഇപ്പൊ ധർമ്മേട്ടൻ ഇവിടെ നിന്നിട്ട് ഞാൻ കൃഷ്ണമംഗലത്ത് പോയി നിന്നിട്ട് ഞാൻ പറയാ ഞാൻ കൃഷ്ണമംഗലത്തെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ? ഇല്ലല്ലോ. ധർമ്മേണ്ണ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കുക, അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് അതിനകത്തൊന്നും ഒരു കഥയില്ല. അതൊക്കെ ഓരോ വ്യക്തികളുടെ ഓരോ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ അല്ലേ. അതിനകത്ത് എന്താണെങ്കിലും തലയിടുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അതുപോലെ തന്നെയാ ബാലേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഒരാൾക്ക് പിടിച്ചു വെക്കാനുള്ള അധികാരവും അവകാശമൊന്നും ഇല്ല. ഇപ്പൊ തന്നെ ഞാൻ ബാലേട്ടനോട് എന്താ പറഞ്ഞത് ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയേ. അത് പിന്നെ അല്ല, ഞാൻ ബാലേട്ടനോട് പറഞ്ഞ കാര്യം എന്താന്ന് ധർമ്മേട്ടനും കൂടെ കേട്ടല്ലേ. എനിക്ക് എന്റേതായ അഭിപ്രായങ്ങളുണ്ട്, അത് ഞാൻ ആരുടെ മുന്നിലാണെങ്കിലും തുറന്നു പറയും. ധർമ്മേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞത് കൃഷ്ണമംഗലംകാരുടെ ഔദാര്യത്തിലാ എന്നെ ധർമ്മേട്ടനെ കിട്ടിയെന്ന് പറഞ്ഞാല് അത് തെറ്റാണോ? പിന്നെ അത് മാത്രല്ല, ഇത്രയും ചെറിയൊരു വീട്ടില് കഴിയാൻ തന്നെ ഞാൻ സമ്മതിച്ച വലിയ കാര്യമല്ലേ. അത് ഞാൻ പറഞ്ഞ അത് തെറ്റാന്ന് തോന്നുന്നുണ്ടോ ധർമ്മേട്ടന്? അല്ല, അതാ പറഞ്ഞത്. ഇവിടെ ശരിക്കും നോക്കുവാണെങ്കിൽ ന്യായം എന്റെ ഭാഗത്താ. പക്ഷേങ്കില് ബാലേട്ടൻ പറയുന്നല്ല ശരിയെന്ന്. ശരിക്കും പറഞ്ഞ ഇവിടെ എനിക്ക് വേണ്ടിയിട്ടാ ധർമ്മേട്ടൻ വാദിക്കേണ്ടത്. ഞാൻ ധർമ്മേട്ടനോടൊപ്പം ജീവിക്കുന്നുണ്ടല്ലോ, അതെന്നെ മഹാഭാഗ്യമായിട്ട് കരുതിയാൽ മതി. അല്ലാതെ വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് എത്രയും പെട്ടെന്ന് വേണം. പിന്നെ കൃഷ്ണമംഗലത്ത് ഞാൻ ഇടയ്ക്ക് പോയെന്നിരിക്കും, അതിനകത്ത് എന്നെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. അതൊക്കെ എന്റെ ഇഷ്ടങ്ങളാ. ഞാൻ പോവാതിരിക്കുകയോ ചെയ്യുന്ന എന്റെ ഇഷ്ടങ്ങള്. അതിനകത്ത് ഒരു തടസ്സവും പറയാനൊന്നും വരണ്ട. ശരിക്കും ഇപ്പൊ ധർമ്മേട്ടൻ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? സ്വന്തം അളിയനെ പറഞ്ഞ് മനസ്സിലാക്കുകയോ ചെയ്യണ്ടേ. അളിയനോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലാതെ എന്നോട് വന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് ഗോമതി ബാലിന്റെ അടുത്തേക്ക് വന്നു. ബാലിന് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയെ മുറ്റത്ത് പോയി നിൽക്കുവാണ്. ഗോമതി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, എനിക്ക് അവളുടെ ചെകിട് നോക്കി രണ്ടെണ്ണം കൊടുക്കാനാ തോന്നിയത്. പിന്നെ ധർമ്മനെ ഓർത്ത് മാത്രം ഞാൻ ചെയ്യാത്തെ. അതേ ബാലേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട എങ്ങനെ ശരിയാന്നേ? പിന്നെ അല്ലാതെ ഞാൻ എന്തു പറയണം ഗോമതി? ഇന്ന് വരെ ഇതുപോലെ ഇവിടെ സംഭവിച്ചിട്ടില്ല, അറിയാലോ. എന്തു ആവാന്ന് അവളുടെ വിചാരം. ധർമ്മന്റെ ജീവിതത്തിലേക്ക് വന്നെന്ന് കരുതിയിട്ട് മൊത്തത്തിൽ അങ്ങ് ഭരിച്ചു കളയാന്നുള്ള അവളുടെ ചിന്തയുണ്ടല്ലോ, ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. കോമതി പറഞ്ഞു, അവൾ ഇന്നലെ വന്ന് കയറിയതല്ലേ ഉള്ളൂ. പോരാത്തേന് അവൾ ഒട്ടും പ്രതീക്ഷ കാണത്തില്ലേ വീട്ടിലേക്ക് വന്ന് കയറണമെന്ന്. അപ്രതീക്ഷിതമായിട്ട് ധർമ്മനോ അവളോ നമ്മളോ പോലും വിചാരിക്കാത്ത ഒരു സമയത്ത് അവളും ജീവിതത്തിലേക്ക് വന്നല്ലേ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വേണ്ട കുറെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. അവളുടെ സ്വഭാവം എന്തായതെന്ന് നമുക്കറിയത്തില്ല. അതൊക്കെ മനസ്സിലാക്കി അവൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അത് തിരുത്തി കൊടുക്കുകയല്ലേ ചെയ്യണ്ടേ. ഒന്നും അല്ലേലും അവളെ പോലെയാണോ സുകന്യെ പോലെയാണോ ബാലേട്ടൻ ഈ കുടുംബത്തിലെ കാരണവരല്ലേ. അപ്പൊ ബാലേട്ടൻ വേണ്ടേ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോവാനായിട്ട്. കോമതി എന്നും പറഞ്ഞുകൊണ്ട് അവൾ എന്തൊക്കെയാ പുലമ്പുന്നേ. അത് പോട്ടെ, ധർമ്മനെ ഓർത്ത് ബാലേട്ടനൊന്ന് ക്ഷമിക്ക്. നമ്മുടെ അല്ലേ ധർമ്മന്. അപ്പൊ അവൻ എന്തെങ്കിലും ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇനി സുകന്യ എന്തെങ്കിലും പിണങ്ങി പിരിഞ്ഞു പോവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ധർമ്മനെ ബാധിക്കും. ധർമ്മൻ എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ നമുക്ക് സങ്കടമാവൂലേ. ബാലേട്ടൻ അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. കുറച്ചൊന്ന് സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകും. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബാലിനെ ഒന്ന് തണുപ്പിക്കാൻ ശ്രമിച്ചു ഗോമതി. പിന്നീട് ഗോമതി പറഞ്ഞു, ഇനിയിപ്പോ ബാലേട്ടന് ഇതിനെക്കുറിച്ച് പോയി പറഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വളർത്തക്കൊണ്ട് വരേണ്ട കാര്യമില്ല. ധർമ്മൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയോളും. ബാലേട്ടൻ ഇത് മനസ്സിൽ നിന്ന് വിട്ടേരെ എന്നൊക്കെ ഗോമതി ബാലിനോട് പറഞ്ഞു. ഒടുവില് ബാലിന് ഇത്തിരി ഒരു സമാധാനമായി. ഇതേ സമയത്ത് മീനാക്ഷിയും മിത്രയും ദേവിയും കൂടെ സംസാരിക്കുകയാണ്. മിത്ര ദേവിയോടും മീനാക്ഷിയോടുമായിട്ട് പറഞ്ഞു, അതെ, എനിക്കത്ര തോന്നുന്നില്ല അവരത്ര പെർഫെക്റ്റ് ആന്ന് സുകന്യേച്ചി.
അവരുടെ പെരുമാറ്റം കണ്ടോ? അവര് ഈ വീട് മിക്കവാറും ഇളക്കി മറിക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. അവരുടെ സ്വഭാവം എനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ടെന്ന് പറയണേ. എങ്ങനെ വിചാരിക്കേണ്ട പോലും? അല്ലെങ്കിൽ തന്നെ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ അവര് കാരണം ഈ വീട്ടിലുണ്ടാകുന്നേ. അതെ, അവര് വന്നല്ലേ ഉള്ളൂ മിത്രേ. അപ്പൊ അവർക്ക് അത്ര കാര്യങ്ങളൊന്നും അറിയത്തില്ലോ. എന്ത് കാര്യങ്ങൾ അറിയത്തില്ലെന്ന്? നമ്മൾ അതുപോലെ വേറൊരു വീട്ടിൽ നിന്ന് വന്നല്ലേ, എന്നിട്ട് നമ്മൾ ഈ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയോ? ദേവി പറഞ്ഞു, അതിപ്പോ എല്ലാരും ഒരേപോലെ ഒന്നും ആയിരിക്കില്ലോ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ഇങ്ങ് നോക്ക്, എന്റെ കയ്യിൽ ഈ 5 വിരലുണ്ട്. 5 വിരലും ഒരേപോലെ അല്ലോ, 5ഉം വ്യത്യസ്തമല്ലേ. അപ്പൊ അതുപോലെ തന്നെ മനുഷ്യന്റെ സ്വഭാവം, ഓരോ മനുഷ്യർക്കും അവരുടേതായ സ്വഭാവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, എത്ര വലിയ സ്വഭാവം എന്ന് പറഞ്ഞാലും ഒരു വീട്ടിൽ വന്നു കഴിയുമ്പോ അതിൻ്റെതായ മര്യാദയ്ക്ക് നിൽക്കണ്ടേന്ന് ചോദിച്ചു. മിത്ര ഒട്ടും കൂടെ അടുക്കാൻ തയ്യാറായില്ല. ദേവി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ എങ്കില് ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ ഒന്നും പറയാനൊന്നും പോണ്ട. മീനാക്ഷി പറഞ്ഞു, അതെ, നമുക്കൊന്ന് അടങ്ങി നിൽക്കാന്നൊക്കെ പറയണം. അത് കേട്ടപ്പം മിത്ര പറഞ്ഞു, എനിക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ട് തോന്നില്ല. അല്ലെങ്കിലും അവരുടെ ആധിപത്യം എനിക്കൊന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ നിന്റെ തോന്നല് മാത്രം മിത്രേ. മിത്രനും തോന്നലൊന്നുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. മിത്രയുടെ ഇപ്പൊ എന്ത് കാണിച്ചാലും പോലീസ് ബുദ്ധിയാണല്ലോ. മിത്ര ആ രീതിക്കാ ചിന്തിക്കുന്നേ. ഹണിമൂൺ ട്രിപ്പ് പോണെന്ന് പറഞ്ഞു. അവര് ഹണിമൂൺ ട്രിപ്പ് പോയില്ലേ? മീനാക്ഷി പറഞ്ഞു, അതിലെന്താ? ഹണിമൂൺ ട്രിപ്പ് പോകുന്ന അത്ര വലിയ തെറ്റാണോ? ഹണിമൂണ് കല്യാണം കഴിഞ്ഞ എല്ലാവരും പോകുന്നല്ലേ. അതല്ല മീനാക്ഷി ചേച്ചി കാര്യം. പിന്നെയോ, ഇവിടെ ഹണിമൂണ് പോണോന്ന് പറഞ്ഞ ആരാ? അത് സുകന്യേച്ചി അല്ലേന്ന് ചോദിച്ചു. അതിപ്പം മാമന് പറയാൻ മടിയുള്ളതുകൊണ്ടായിരിക്കും സുകന്യേച്ചി പറഞ്ഞെന്ന് പറയേ. അതൊന്നും അല്ല, ഇവിടെ മാമനെ സൈലന്റ് ആക്കി നിർത്തുവാന്ന് എനിക്ക് തോന്നുന്നേ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ദേവി ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞു നീ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ചെറിയച്ചൻ എന്തെങ്കിലും സംസാരിക്കാനായിട്ടൊരു അവസരം കൊടുക്കാറുണ്ടോ? ആ സമയത്ത് സുകന്യേച്ചി ഇടയ്ക്കിലേക്ക് കയറും. ഹണിമൂൺ എങ്ങോട്ട് പോണെന്ന് വരും തീരുമാനിച്ച പോലും സുകന്യേച്ചിയല്ലേ. ഒന്നും ചെറിയച്ചനെ കൊണ്ട് സംസാരിക്കാൻ പോലും സമ്മതിപ്പിച്ചില്ലോ. അത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളല്ലേ. ചിലപ്പം നേരത്തെ തന്നെ മാമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. മിത്രയ്ക്ക് ദേഷ്യമായി. ഞാൻ നിങ്ങളോട് ഒന്നും പറയുന്നില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി, എന്ത് പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല എന്ന് പറഞ്ഞു. ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പം മീനാക്ഷി ശ്രീദേവൻ കയ്യെ കയറി പിടിച്ചു മിത്രയുടെ. അങ്ങനെ അങ്ങോട്ട് പിണങ്ങി പോയാലോ? ഇവിടെ നിൽക്ക്. പിന്നെ ഞാനില്ല എന്ന് പറയണം, എനിക്ക് പഠിക്കാനുണ്ട്. നീ പറയുന്ന എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ദേവി പറഞ്ഞു. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അപ്പോഴേക്കും മീനാക്ഷിയും പറഞ്ഞു, അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. പുള്ളിക്കാരത്തേക്ക് ഇത്തിരി സമയം കൊടുക്കാൻ നന്നാവാനായിട്ട്. അതിനുശേഷം നന്നായില്ലെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്താൽ പോരെ. അപ്പോഴേക്കും ദേവി പറഞ്ഞു, അത് ശരിയാ, നമ്മുടേതായ രീതിക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഈ വീടിന്റെ ചിട്ടയ്ക്കനുസരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇനിയിപ്പൊ അങ്ങനെ നടന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും അതിൻ്റെതായ പണി നോക്കാം. ആ രീതിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. മീനാക്ഷി ചോദിച്ചു, അത് പോരേന്ന് ചോദിക്കുക. മിത്ര പറഞ്ഞു, അത് മതി. മീനാക്ഷി പറഞ്ഞു, അതിനുശേഷം മതി നമ്മുടെ മര്യാദ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ, അതുവരെ നമുക്ക് നോക്കാന്ന് പറയണം. ആ സമയം സുകന്യ അങ്ങോട്ട് വന്നു. സുകന്യ കേട്ടത്, ഓഹോ, അപ്പൊ തന്നെ മര്യാദ പഠിപ്പിക്കാനാണ്. നോക്കാം ആരെയൊക്കെ ഇവിടെ മര്യാദ പഠിപ്പിക്കുന്നതെന്ന്. നിന്നെയൊക്കെ ആ നിലയ്ക്ക് നിർത്തും. അല്ലെങ്കിൽ പിന്നെ സുകന്യക്ക് ഇവിടെ ഒരു പിടിച്ചതിപ്പ് ഉണ്ടാകത്തില്ല. സുകന്യ ആരാന്ന് നീയൊക്കെ അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ സുകന്യ മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഇതേ സമയത്ത് ശ്രീകല ഉദയഭാന്റെ അടുത്തേക്ക് എല്ലുവാണ്. ഉദയഭാന്റെ അടുത്ത് ഇരുന്നിട്ട് ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തു. ഇതെന്താ? വായിച്ചു നോക്കാൻ പറയാണ്. ഉദയഭാന് വായിച്ചു നോക്കി. ഉണക്കമുന്തിന് 4 കിലോ, നെയ് 4 കുപ്പി, പിന്നെ അതുപോലെ തന്നെ കുങ്കുമപ്പൂവ് 1/2 കിലോ. ഇതെന്താടി ഈ ലിസ്റ്റ്? ഇതെന്തിനാ എൻ്റെ തന്നേന്ന് ചോദിക്കാണ്. അതെ, ഇതൊക്കെ വാങ്ങിക്കാനുള്ളതാ. വാങ്ങിക്കാനുള്ളതാ? ഇതൊക്കെ എന്തിനാ നമ്മക്കല്ല, ദേവമോളെ കാണാൻ പോകുമ്പോ ദേവമോൾക്ക് കൊടുക്കണ്ട. ഈ ഉണക്കമുന്തിരിയൊക്കെ എന്തിനാ? അതെ, ഗർഭിണിയല്ലേ അവളെ കാണാൻ ചെല്ലുമ്പോ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുക്കണം. ഗർഭിണികൾ തലേദിവസം ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് രാവിലെ കുടിക്കുന്നത് നല്ലതാ. ആ വെള്ളം എടുത്ത് കുടിക്കുന്നത്. അതുപോലെ തന്നെ നെയ്യ് സേവിക്കണം. പിന്നെ കുങ്കുമപ്പൂ പാലിനകത്തിട്ട് കുടിച്ചാലോ കുഞ്ഞിന് നല്ല നിറം വെക്കോളെന്നാ പറയണേ. ഇതേ സ്ത്രീകളെ, ഇതിനൊക്കെ നല്ല പൈസ ആവൂലേ? പിന്നെ പൈസ ആവാതെ വെറുതെ കാര്യം നടക്കുവോ? ദേ, ഇപ്പൊ ഇതൊന്നും വേണ്ട, നമ്മള് ദേവിയെ കാണാൻ പോന്നു, പോയിട്ട് അതേപടി തന്നെ തിരിച്ചു വരുന്നു. ചെലവും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടാന്ന് പറയണ. ആഹാ, നല്ല അച്ഛൻ. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനിയാണ് ചെലവ് വരാൻ പോകുന്നത്. ചെലവോ? പിന്നല്ലാതെ പ്രസവവും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതാരും നോക്കും? അല്ല, അത് പിന്നെ പ്രസവത്തിനൊക്കെ നല്ല പൈസ ചെലവും, അതൊന്നും അറിയത്തില്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഉദയഭാനു പറഞ്ഞു, അല്ല ശ്രീകല, നീ എന്ത് വർത്താനാ പറയണേ? പിന്നെ 7ാം മാസത്തിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെ പിന്നെ ആ ചെലവുകളെല്ലാം നമ്മളാ നോക്കണ്ടേ? എടി, അതൊക്കെ ആനന്ദ് നോക്കിക്കോളും. പിന്നെ ആനന്ദ് നോക്കിക്കോളും എന്ന് പറഞ്ഞ അവിടെ ഇരുന്നാ മതി. നമ്മൾ നോക്കേണ്ട കടമ നമ്മൾ തന്നെ ചെയ്യണം. 7ാം മാസം കൂട്ടിക്കൊണ്ട് വന്ന പ്രസവം കാര്യങ്ങളും എല്ലാം നടത്തണം. പിന്നെ കുഞ്ഞിന്റെ 28 കെട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. എടി, അതിനൊക്കെ പൈസ വേണ്ടേ? പിന്നെ പൈസ വേണ്ടേ? പ്രസവത്തിന്റെ കാര്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവാം. അതാകുമ്പോൾ വലിയ പൈസ ചെലവൊന്നും ഇല്ലല്ലോ. കൊള്ളാം, ഗവൺമെന്റ് ഹോസ്പിറ്റല് ദേവിയുടെ കുഞ്ഞിനെ പ്രസവത്തിന് വേണ്ടിയിട്ട്. അതിന് ദേവമംഗലംകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ വലിയ ബിസിനസ് മാഗ്നറ്റാന്ന് പറഞ്ഞ് നടക്കുമല്ലേ?
അപ്പൊ പിന്നെ നല്ല ഹോസ്പിറ്റലിൽ തന്നെ വേണം പോകാനെന്ന് പറയണേ. എടി അതിന് പൈസ വേണ്ടേ? വേണം. ഒരു 4-5 ലക്ഷം രൂപ എങ്ങനെയാവും? 4-5 ലക്ഷം രൂപയോ? 10 രൂപയുടെ പപ്പടം മേടിച്ചിട്ട് പൈസ കൊടുക്കാനില്ലാത്ത ഞാന് 4-5 ലക്ഷം രൂപ എവിടെ നിന്ന് ഉണ്ടാക്കൂടി? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എങ്ങനെയാ ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ. തൽക്കാലത്തെ ലിസ്റ്റ് എങ്ങോട്ട് പിടിക്കുക. ഇതിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് പോവാം. എടി അതിന് പൈസ എവിടെ നിന്നാലും നിങ്ങൾ ഉണ്ടാക്ക്. അച്ഛനാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. വലിയ ബിസിനസ്സുകാരനെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഓർക്കണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീയുടെ അകത്തേക്ക് കയറിപ്പോയി. ഉദയഭാനു ആകപ്പാടെ പെട്ട അവസ്ഥയിൽ നിൽക്കുവാണ് ലിസ്റ്റും പിടിച്ച്. ഇതേ സമയം അനുശ്രീ അലോകിനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും ആലോചിച്ചു, നീ എന്താ അനു എന്നെ വിളിക്കായിരുന്നേ? ഞാൻ എത്ര സമയം നിന്റെ കോളിന് വേണ്ടി കാത്തിരിക്കുന്നേ. അലോകി അങ്ങനെ വിളിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒന്നാമത്തെ കാര്യം ചെറിയ വീട്, അതിനകത്ത് ഇത്ര അംഗങ്ങളുണ്ട്. എപ്പോഴും ആരുടെയും കണ്ണ് എന്റെ മേലുണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇങ്ങനെ വിളിക്കാനായിട്ട്. ഇപ്പൊ തന്നെ ഞാൻ ആകെപ്പാടെ പേടിച്ചു കുറച്ചാ വിളിക്കണേ. ആരെങ്കിലും വന്ന് കാണുകയോ കേൾക്കുകയോ ഇത് പ്രശ്നമാവെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അതാ നിന്നോട് ഞാൻ പറഞ്ഞേ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ. ഇവിടെ വരുവാണെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ അങ്ങോട്ടേക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്ന കാര്യമാണോ? നീ ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുക. ആ, വീട്ടിൽ സംസാരിക്കേണ്ട താമസം വീട്ടുകാരെല്ലാരും കൂടെ ഇപ്പൊ പിടിച്ച് കെട്ടിച്ചേരും. എന്തൊക്കെ അലോക് പറയണമെന്ന് ചോദിച്ചു. അലോക് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, എങ്ങനെയെങ്കിലും വീട്ടിൽ ഈ കാര്യം അവതരിപ്പിക്കാൻ നോക്ക്. അതൊന്നും പറ്റുന്ന കാര്യമല്ല. അല്ല, സുകന്യേച്ചിയോട് പറയണം, സുകന്യേച്ചി നമ്മളെ സഹായിക്കും എന്ന് പറയണം. പിന്നെ സുകന്യേച്ചി സഹായിക്കും പോലും. അവരാണെങ്കിൽ അച്ഛനോട് തറുതല പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നേ. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനാ. അപ്പോഴേക്ക് സുകന്യ അങ്ങോട്ട് വന്നു. ആ സമയത്ത് അനുശ്രീ പറഞ്ഞു, എന്നാൽ ശരി ഞാൻ വെക്കുവാന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തു. ആ സമയം അലോക് ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സുകന്യ കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് സുകന്യല്ല, അനുശ്രീ കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സുകന്യ വന്ന് അനുശ്രീയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ആ ഫോണും കൂടെ തട്ടിപ്പറിച്ച് മേടിക്കുകയാണ്. ആ സമയം അനുശ്രീ പറഞ്ഞു, സുകന്യേച്ചി ആ ഫോണും കൂടെ താ. അല്ല, നീ ആരെ ഇത്ര സമയം വിളിച്ച് സംസാരിച്ചേ? അത് പിന്നെ ഞാന്, അല്ല ആരെയെന്ന് പറയുന്ന കേട്ടായിരുന്നല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ. അത് പിന്നെ ചേച്ചി എനിക്ക് മനസ്സിലായി ആരെയാന്ന്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനിത് ഇപ്പൊ തന്നെ എല്ലാവരോടും പോയി പറയട്ടെ എന്ന് ചോദിച്ചു. ഈ ഫോണും കൊണ്ടേ കാണിക്കാം. അയ്യോ അത് വേണ്ട ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അനുശ്രീ സുകന്യയോട് കേണ അപേക്ഷിക്കുകയാണ്. സുകന്യ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു, അതെ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ഞാനും അലോകും തമ്മിൽ. അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു, അതിന് ഞാൻ കുറ്റമൊന്നും അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അതിന് ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. അതല്ല ചേച്ചി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഞാനും അലോകും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇവിടെ ആർക്കും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഓ, അതാണോ കാര്യം? സുകന്യ പെട്ടെന്ന് മനസ്സിലോർത്തു. ഇവിടെ ആരെയെങ്കിലും കയ്യിലെടുക്കേണ്ട ആവശ്യമാണ്, ഇവിടെ തന്നെ കയ്യിലെടുക്കാം. സുകന്യ പറഞ്ഞു, നീ അത് കാര്യമായിട്ട് എടുക്കണ്ട. കൃഷ്ണമംഗലവും ദേവമംഗലവും തമ്മിൽ ശത്രുതയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ന്യൂജൻ കുട്ടികളല്ലേ, അപ്പം നിങ്ങൾ തമ്മിൽ ശത്രുതയൊന്നും ഇല്ലല്ലോ. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നേ. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോ, എനിക്ക് എന്താണെങ്കിലും അതിന് എതിർപ്പില്ല. എനിക്ക് സന്തോഷമുള്ള കാര്യമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനുശ്രീ സുകന്യെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ചേച്ചിക്കെങ്കിലും എന്നെ മനസ്സിലായല്ലോ. ഈ കാര്യങ്ങൾ ഈ വീട്ടിൽ വേറെ ആരെങ്കിലും അറിയുവാണെങ്കിൽ അവർക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇപ്പോഴെനിക്കൊരു സമാധാനം എന്നൊക്കെ പറഞ്ഞു. സുകന്യക്ക് സന്തോഷമായിരുന്നു. ഇവളെ കയ്യിലെടുത്തല്ലോ എന്നൊരു ചിന്തയായിരുന്നു സുകന്യയുടെ മനസ്സിൽ. അതേ സമയത്ത് കൃഷ്ണമംഗലത്ത് ഇന്ദിരാമ അടുക്കളയിലാണ്. നന്ദിതേൻ രാശിയുടെ അരികിൽ തന്നെയുണ്ട്. ഇന്ദിരാമ പറഞ്ഞു, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലോ എന്ന് പറയണം. നന്ദിത ചേച്ചി ഇനി എന്താമേ, ധർമ്മന്റെ കല്യാണം കഴിഞ്ഞല്ലോ. ധർമ്മന്റെ കല്യാണം വരെ അമ്മയ്ക്ക് ടെൻഷനായിരുന്നല്ലോ. രാജശ്രീ പറഞ്ഞു, അതെ കല്യാണം കഴിഞ്ഞില്ലെന്നും പറഞ്ഞ് ടെൻഷനായിരുന്നു. പക്ഷെ അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ എന്താ എന്ന് രാജശ്രീ ചോദിച്ചു. അല്ല, കല്യാണം കഴിഞ്ഞാലും ഇതുവരെയായിട്ട് സുകന്യയുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ലല്ലോ. സാധാരണ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വീട് കാണാൻ വരേണ്ട ഒരു ചടങ്ങൊക്കെ ഉണ്ട്, അതൊന്നും പോലും വന്നിട്ടില്ലല്ലോ. അവളെ എന്താ ഏതാ എങ്ങനെയാ എന്നൊന്നും നമുക്കറിയില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജശ്രീ പറഞ്ഞു, അത് പിന്നെ അമ്മേ എത്രയാന്ന് പറഞ്ഞാലും രാജശ്രീ നിന്റെ ബന്ധുവൊക്കെ തന്നെയാണ്. പക്ഷെ അവളെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അവളെക്കുറിച്ച് അറിയണ്ടേ, അവൾ എങ്ങനെയുള്ള പെൺകുട്ടിയാ, ഏതാന്നൊക്കെ അറിയണ്ടേ എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ രാജശ്രീയിൽ ഒരു ഞെട്ടലുണ്ടായി. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ രാജശ്രീ വല്ലാതെ ഒരന്താളിപ്പോട് കൂടിയിട്ട് ഇന്ദിരാമയെ നോക്കുവാണ്. കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുമോ സുകന്യയെക്കുറിച്ചുള്ള എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ രാജശ്രീ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.